ഡഗ്ലസ് 3 എന്ന് പറഞ്ഞ ഒരു വിമാനം DC-3 DC-3 താങ്കൾ അത് എവിടെ നിന്നോ അക്വയർ ചെയ്തിട്ട് അത് റീഫർബിഷ് ചെയ്തിട്ട് എയർഫോഴ്സിന് ഗിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടാൽ അതിനെ പറ്റി ഒന്ന് പറയോ? അത് അല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പണ്ട് കാലത്തെ ഏറ്റവും ഒരു ലോങ്ങസ്റ്റ് എന്താ പറയുക ഫർദസ്റ്റ് മെമ്മറി, എൻ്റെ അച്ഛൻ്റെ മെമ്മറി, ആ മെമ്മറിയാണ് ഞാൻ ഏതോ ഒരു എയർപോർട്ടിൽ പോയി എൻ്റെ അമ്മേൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു എയറോപ്ലെയിനിൻ്റെ വിൻഡോന്ന് വേവ് ചെയ്യുന്നു, എൻജിൻ സ്റ്റാർട്ടാവുന്നു. ആ എയറോപ്ലെയിൻ ആയിരുന്നു DC-3 ഡക്കോട്ട. അപ്പോൾ എൻ്റെ അച്ഛൻ വാസ് എ വെറ്ററൻ പൈലറ്റ്, ആ എയറോപ്ലെയിൻ്റെ ഒരു മാസ്റ്റർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ ഭയങ്കര ഒരു പാഷനറ്റ്, ഫ്ലൈയിങ്ങിനെ കുറിച്ച് ഭയങ്കര പാഷനറ്റ് വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു എയറോപ്ലെയിൻ ഞാൻ റീഫർബിഷ് ചെയ്തിട്ട് എയർഫോഴ്സിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കണമെന്ന് എനിക്ക് എത്ര കൊല്ലം മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഈ എയർക്രാഫ്റ്റ് വേൾഡ് വാർ 2 സമയത്ത് ഇന്ത്യയിൽ സർവ് ചെയ്ത എയർപ്ലെയിനാണ്. പിന്നെ അത് UK പോയി. അത് ആരോ അതിനോട് വാങ്ങിച്ചു, പിന്നെ അത് തകർന്ന് കിടക്കായിരുന്നു, ഡെമോളിഷ്. ഇറ്റ് വാസ് നോട്ട് ഇൻ ഫ്ലൈങ് കണ്ടീഷൻ. പ്രൈവറ്റ് ഓണർ, ഇറ്റ് വാസ് ലൈങ് സംവെയർ, ഒരു കച്ചറ കണ്ടീഷനായിരുന്നു. അത് ഞാൻ 3 കൊല്ലം അതെടുത്ത് വാങ്ങിച്ച് 3 കൊല്ലം അത് റീഫർബിഷ് ചെയ്തു. ഇന്ന് 2012 UPA ഗവൺമെൻറ് സമയത്ത് ഞാൻ അവർക്ക് എഴുതി, ഇറ്റ് ഈസ് റെഡി, ഐ വുഡ് ലൈക്ക് ടു ഡൊണേറ്റ് ഇറ്റ്. എനിക്ക് ഇന്ന് വരെ അതിൻ്റെ മറുപടി എനിക്കത് കാണുമ്പോൾ തന്നെ ചിരി. അവർ മറുപടി ഞാൻ ഫ്രീ കൊടുക്കുന്നു, എൻ്റെ അച്ഛൻ്റെ പേരിൽ കൊടുക്കുന്നു, എയർഫോഴ്സിന് കൊടുക്കുന്നു. ഒരു ലെറ്റർ വരുന്നു, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് നോ പോളിസി ടു അക്സെപ്റ്റ് ഗിഫ്റ്റ്സ്. അയ്യോ. 2 കൊല്ലം അത് അങ്ങനെ ഇംഗ്ലണ്ടിൽ ഇരുന്നു. മോദിജി പ്രൈം മിനിസ്റ്റർ ആയ ഉടനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അരുൺ ജെയ്റ്റ്ലിജി ആയിരുന്നു മന്ത്രി. ഇമ്മീഡിയറ്റ്ലി ദേ ഗേവ് ഇറ്റ്. എന്നിട്ട് 7 ദിവസം അത് ഫ്ലൈ ചെയ്തിട്ട് ജാംനഗർ ഗുജറാത്തിലെത്തി. ഞാനും എൻ്റെ അച്ഛൻ ജാംനഗർ പോയി. ഇല്ല, ആ ഫെറിഡ് ഇറ്റ് ഫ്ലൂ. നോ ഫെറി ആസ് ഇൻ ഫ്ലൈയിങ് ഫെറി. ഇറ്റ് ഫ്ലൂ. അതിൻ്റെ വെൻ ഇറ്റ് ഫ്ലൈസ് ഓൾസോ ഇറ്റ്സ് കോൾഡ് എ ഫെറി. അല്ലാതെ വേറെ വിമാനത്തിൽ കയറി അല്ല, 7 ദിവസം ഫ്ലൈ ചെയ്തു. പിന്നെ അത് ജാംനഗറിൽ വന്നു. എന്നിട്ട് ഞാൻ അന്ന് നിർമ്മല സീതാരാമൻജി ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ. സ്പെഷ്യൽ നിർമ്മല സീതാരാമൻജിൻ്റെ പെർമിഷൻ എടുത്തിട്ട് എൻ്റെ അച്ഛൻ, ഹു വാസ് 80 years old then, 70 something years old, he flew it from Jamnagar to Delhi. I felt satisfied. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു നല്ല മകനാണ്. ബിക്കോസ് ഐ കുഡ് സീ ഇൻ ഹിസ് ഐസ് ആ ഒരു സന്തോഷം, ആ ഒരു ജോയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാം ചെയ്തത്. 3, 4, 5 കൊല്ലം.